ഹായ് ആർമി, ഞാൻ ഡോണ്ടി വെനിവെയറിൻ്റെ 6 എപ്പിസോഡായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ FF വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷേ പല കാരണങ്ങളും എനിക്ക് FF ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇനി റെഗുലറായിട്ട് എന്തായാലും നമ്മൾ FF ഇട്ടിരിക്കും. പിന്നെ എപ്പിസോഡ് നല്ല ലെങ്ത് കുറവാണ്. അടുത്ത എപ്പിസോഡ് നമുക്ക് എന്താ ലെങ്ത് കൂടി ചെയ്യാം. അപ്പോൾ എല്ലാവരും പോയി എപ്പിസോഡ് കണ്ടോളൂ. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, കമൻറ്റ് എന്തായാലും ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ്. നന്ദു, ഞാൻ പറഞ്ഞു അവൻ അവന്റെ വീട്ടിൽ പോയെന്ന്. നന്ദു, നിന്നോട് ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? അവൻ സത്യമായിട്ട് അവന്റെ വീട്ടിൽ പോയി. അവൻ അവന്റെ വീട്ടിൽ പോകണ്ടേ? എപ്പോഴും നിന്നെ നോക്കി നിന്റെ കൂടെ ഇവിടെ ഇരുന്നാൽ മാത്രം മതിയോ? ഞാൻ ആരെയും പോയി വിളിച്ചുകൊണ്ട് വരാൻ പോകുന്നില്ല. അവൻ അവന്റെ വീട്ടിൽ താമസിക്കും. നന്ദു, ഞാൻ നിന്നോട് പറഞ്ഞ് ഞാൻ ആരെയും പോയി വിളിച്ചിട്ട് വരാൻ പോകുന്നില്ലെന്ന്. അവൻ വന്നതിന് മുമ്പ് നീ എങ്ങനെ ഇവിടെ ജീവിച്ച അതുപോലെ അങ്ങ് ജീവിച്ചാ മതി. നന്ദു, നിന്റെ എല്ലാ വാശിക്കും ഞാൻ തുള്ളുന്ന പോലെ ഈ വാശിക്ക് ഞാൻ തുള്ളുന്ന നീ കരുതണ്ട. നന്ദു, ഞാൻ പറയുന്നത് നീ കേൾക്കാം. നിന്നെ ഞാൻ ഏതെങ്കിലും വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് അവിടെ താമസിക്കാം, നീ താമസിക്കോ? അതുപോലെ തന്നെയല്ല അവനും. അവൻ അവന്റെ വീട്ടിൽ പോകട്ടെ. അവൻ അവന്റെ വീട്ടിൽ പോയി. നന്ദു, ഞാൻ അവനെ ഇറക്കി വിടുകൂടെ ഇവിടുന്ന്? നീ എന്താണ് ഈ പറയുന്നേ? നന്ദു, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നീ ആത്മീന്റെ കരച്ചിരി നിർത്തുക. സാർ, ഞാൻ നന്ദുവിനെ നോക്കിക്കോളാം. ഞാൻ അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം. സാറ് പൊക്കോ. രാഹുൽ, നീ എന്തിനു നിന്റെ ആളുകളെ വെച്ചിട്ട് ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത്? നീ ചെയ്ത് തീരെ ശരിയല്ല. ഇതെന്റെ അച്ഛനോ നിന്റെ വെല്ലിച്ചനോ പറഞ്ഞാൽ എന്താവും നിനക്ക് അറിയാലോ. രാഹുൽ, ഞാൻ നിന്റെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാ. നീ എന്നോട് ചെയ്യുന്ന തീരെ ശരിയല്ല. ആരാരെയാടി കല്യാണം കഴിക്കാൻ പോകുന്നത്? അതങ്ങ് നീ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ മതിയോ? ഞാൻ നിന്നെ അല്ല, വേറെ ഒരുത്തിയേയും കല്യാണം കഴിക്കാൻ പോകുന്നില്ല. രാഹുൽ, നീ എന്നെ അടിച്ചോ? നീ എന്തൊക്കെ പറയുന്നത്? ആടി, ഞാൻ നിന്നെ അടിച്ചു, ഇനിയും അടിക്കും. പിന്നെ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. രാഹുൽ, ഈ കല്യാണം നമ്മൾ രണ്ടുപേരും വീട്ടുകാർ ചെയ്യുന്നത് ഉറപ്പിച്ചതല്ലേ? ഞാനും ഇതിന് സമ്മതാന്ന് പറഞ്ഞു, നീ സമ്മതാന്ന് പറഞ്ഞു. പിന്നെ നീ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ സമ്മതാന്ന് പറഞ്ഞു. പക്ഷെ എനിക്കിപ്പോൾ സമ്മതമല്ല. എനിക്കും സമ്മതമല്ല, നിനക്കും ഈ കല്യാണത്തിന് സമ്മതമല്ല. നീ അങ്ങനെ തന്നെ നിന്റെ വീട്ടുകാരോട് പറയണം. ഞാൻ അങ്ങനെ പറയില്ല. നീ അങ്ങനെ പറയും, ഞാൻ നിന്നെ കൊണ്ട് പറയിക്കും. ഞാൻ പറയില്ല. നിനക്ക് പറ്റില്ലെങ്കിൽ നീ പറ. ഞാനായിട്ട് പറയുന്ന നീ ഇരിക്കണ്ട. നിന്നെ കൊണ്ട് സമ്മതമല്ലെന്ന് പറയിപ്പിക്കാൻ എനിക്ക് നന്നായിട്ടറിയാം. നിന്നെപ്പോലെ ഒരുപാടെണ്ണത്തെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. മോൾക്ക് ഞാനൊരു സൂത്രം കാണിച്ചു തരാം. അത് കണ്ടിട്ട് നീ ബാക്കി പറ. രാഹുൽ അവൻ്റെ ഫോൺ എടുത്ത് ഒരു വീഡിയോ അവൾക്ക് കാണിച്ചു കൊടുത്തു. എന്താ മോളെ, വീഡിയോ ഇഷ്ടമായോ? ഞാൻ എൻ്റെ പിള്ളേരോട് ഒരു പൂവാ ചോദിച്ചത്. അവന്മാർ എനിക്കൊരു പൂ ചട്ടിയോടെ കൊണ്ടെത്തന്നു. നിന്റെ കുളിസീനാണ് ഇത്. ഞാൻ ഇവന്മാരോട് നേക്കിഡ് ഫോട്ടോ അതിൽ കൂടുതലൊന്നും ചോദിച്ചില്ല. പക്ഷെ ഇവന്മാർ എനിക്കൊരു കുളിസീൻ തന്നെ എടുത്ത് തരുമെന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും നന്നായി. നീ ചെയ്യുന്നത് ശരിയല്ല, അത് നീ ഓർത്തോ. ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ നീ പറഞ്ഞിട്ട് വേണം എനിക്ക് മനസ്സിലാക്കാൻ. ഞാൻ കാര്യത്തിലേക്ക് വരാം. ഈ വീഡിയോ ഞാൻ ഡിലീറ്റ് ആക്കുകയാണെങ്കിൽ നീ നിൻ്റെ അച്ഛനോട് പറയണം എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന്. നീ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇത് പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാലോ. ഞാൻ ഇന്ന് തന്നെ അച്ഛനോട് പറയാം എനിക്ക് കല്യാണത്തിൽ താല്പര്യമില്ലെന്ന്. നീ ഈ വീഡിയോ ഡിലീറ്റ് ആക്കിയേക്കണം. ഓക്കെ, എന്നാൽ നീ വീട്ടിലേക്ക് വിട്ടോ. പിന്നെ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ
നീ ആരോടെങ്കിലും വെറുതെ പോലും പറഞ്ഞ പിന്നെ എന്ത് നടക്കുമെന്നറിയോ? ഈ വീഡിയോ എടുത്ത് എനിക്ക് വേറെ പലതും എടുക്കാൻ അറിയാം, ജീവനായാലും. ഓക്കെ, അപ്പോൾ മോള് ചെന്ന് അച്ഛനോട് കല്യാണം താല്പര്യമില്ലെന്ന് പറ. നീ ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ, ഇതൊക്കെ മുടങ്ങി കഴിയുമ്പോൾ ഞാൻ ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ആക്കിയേക്കാം. വിശ്വ, ഇവൾ കൊണ്ടുവിട്ടേക്ക്. ഓക്കെ സാർ. സാർ, അടുത്ത എങ്ങോട്ടാ? ഓഫീസിലേക്ക് പോകാം. കാർത്തിക്കിനെ വിട്ട് അവൻ പോയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. കാർത്തിക് അവനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നന്ദു, അവനും കാർത്തികിനെ നന്ദുവിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവൻ നന്ദുവിനെ ഡെയിലി വിളിക്കാറുണ്ട്, പക്ഷേ നന്ദുവിന് അതുപോലായിരുന്നു. അവൻ്റെ അടുത്തെന്നും അവൻ വേണം. കാർത്തിക് അവൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും അവനെ വിളിച്ചില്ല. കാര്യം അവനോട് സംസാരിച്ച് അവൻ്റെ തിരിച്ചു കൊണ്ടുവരാൻ അറിയുന്ന പേടി കൊണ്ടാണ്. അവൻ കാർത്തിക്കിന്റെ ആ ഒരു പോയിന്റ് I never thought I'd feel like this. Feel like this. Feel like this. Feel like this. I never thought I'd feel like this. Feel like this. Feel like this. Feel like this. I never thought I'd feel like this. I never thought I'd feel like this. Ooh, I never thought I could. I never thought I'd be on my shit. കാർത്തി, ആ നന്ദു. നന്ദുവിന്റെ കാര്യം കുറച്ച് കഷ്ടം. ഞാൻ ലിയോട് ചോദിച്ചപ്പോൾ ലിയോ പറഞ്ഞു അവൻ ഒരാഴ്ച നേരിച്ച ഫുഡ് കഴിച്ചിട്ട് ഇവിടെ ഒന്നും കഴിക്കാറില്ല, സ്കൂളിൽ കൊണ്ടുപോകുന്ന ഫുഡ് അതുപോലെ തിരിച്ചു കൊണ്ടുവരുന്നു. പിന്നെ അമ്മ വിളിച്ച് ഫുഡ് കഴിക്കാൻ പറഞ്ഞാൽ മാത്രം അവൻ എന്തെങ്കിലും കഴിക്കുന്നു. കാർത്തി, ഇങ്ങനെ പോയി ശരിയാകില്ല കേട്ടോ. ഞാൻ എന്ത് ചെയ്യാനാണോ? അവരിനോട് നെരിച്ചാൽ മിണ്ടാറ് പോലുമില്ല. പിന്നെയാണ് ഞാൻ ഫുഡ് കഴിക്കാൻ പറഞ്ഞവൻ കഴിക്കുന്നത്. ഞാനാ ലിയോട് അമ്മനെ വിളിച്ചു കൊടുക്കാൻ പറയുന്നത്. അങ്ങനെയെങ്കിലും ഫുഡ് കഴിച്ചോട്ടെ എന്ന് കരുതി. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും കാർത്തി, പക്ഷെ നന്ദുവിന്റെ കാര്യം സീരിയസാ. അവൻ ഇപ്പൊ 3 തവണ തല കറങ്ങി വീഴുന്നത്. ഇനി ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല. നീ നന്ദുവിനെ കൊണ്ടുപോയി അവനെ കാണിച്ചു കൊടുക്കുക. എടാ, അത് ശരിയാകില്ല. നീ നന്ദുവിനെ അവന്റെ അടുത്തിട്ട് കൊണ്ടുപോകാത്തതും, നന്ദു അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവന്റെ കൂടെ അവിടെ നിൽക്കണമെന്നും അല്ലെങ്കിൽ അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണോ എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നത് കണ്ടിട്ടല്ലേ? നന്ദു അങ്ങനെ ഒന്നും ചെയ്യില്ല. അവൻ എനിക്ക് വാക്ക് വന്നിട്ടുണ്ട്. നീ അവനെ അടുത്തിട്ട് കൊണ്ടുപോകും. എടാ, അതും ഇതും ഒന്നുമില്ല. നീ മര്യാദയ്ക്ക് അവരെ കൊണ്ടുപോകാൻ നോക്ക്. എടാ, ഈ രാത്രിയോ? 7 മണി എല്ലാം ആയോളും. അവിടെ ആരും കിടന്നു ഒന്നും കാണില്ല. നീ ചെല്ലാൻ നോക്ക്. അല്ല, ഞാൻ നിന്റെ കൂടെ വരാം. അല്ലെങ്കിൽ ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല. പിന്നെ കാർത്തി, അവിടെ നിന്നേ. നീ അവനെ വിളിക്കാറില്ലല്ലേ? അവനെ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അവനോട് ഇങ്ങോട്ട് വരാൻ പറയുമെന്ന് പേടിയാണല്ലോ നിനക്ക്. മോനും കണക്കാ, അപ്പനും കണക്കാ. ചേട്ടൻ എന്താ ചെയ്യുന്നേ? ഞാനെന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിനക്ക് മനസ്സിലായില്ലേ? പൊട്ടം കളിക്കല്ലേടാ. നീ ഇത്രയും കൊണ്ട് ദേവിന്റെ കൂടെ എന്താ ചെയ്തോണ്ടിരുന്നത്? അതൊക്കെ തന്നെ ഞാനും അവഗണിക്കുന്നേ. ചേട്ടാ, എന്താ പറയുന്നേ? ഞാനെന്താ പറഞ്ഞെന്ന് മോനിപ്പ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങളുടെ മനസ്സിന് ഇങ്ങനെയൊക്കെ ആയിരുന്നത് എനിക്കറിയില്ലായിരുന്നു. ഇത് കുഞ്ഞു വിശാലേട്ടനും അറിഞ്ഞു കഴിഞ്ഞ നീ എന്താണ് എന്നെ പറ്റി കരുതിയത്? ഞാനെന്താണ് നിന്റെ വിശാലേട്ടൻ അത്ര നല്ലവരൊന്നുമല്ല. അവനെ പോലെ എനിക്ക് ആകാനും പറ്റില്ല.
നീ എന്റെ വീട്ടിൽ വരുന്ന കാലം തൊട്ടേ ഞാൻ നിന്നെ ആദരിച്ചിട്ടുണ്ട്. പക്ഷെ നീ കുഞ്ഞിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയി പോയില്ലേ, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. പിന്നെ ദേവന്റെ യോഗോട്ട് ഞാൻ ഒരുപാട് അസുഖപ്പെട്ടിട്ടുണ്ട്. ഇത്രയും കാലം അവൻ നിന്നെ വെച്ചുകൊണ്ടിരുന്നു. പിന്നെ 6 മാസം ആ കാർത്തിക്. ഇനി കുറച്ചു കാലം ഞാൻ നിന്നെ അനുഭവിക്കട്ടടാ. പിന്നെ ഞാൻ നിന്നെ ഇവിടെ വെച്ച് എന്ത് ചെയ്താലും ആരും ഒന്നും അറിയില്ല. അതുകൊണ്ട് മോനായിട്ട് സഹകരിച്ച് തരുവാണെങ്കിൽ നിനക്ക് നല്ലത്. ഞാനായിട്ട് ബലം പ്രയോഗിക്കുവാണെങ്കിൽ അത് നിനക്ക് നല്ലതിനല്ല. ഇത്